എനിക്കുണ്ടല്ലോ ഈ രാത്രി ഇങ്ങനെ ഫാമിലി ആയിട്ടൊക്കെ പുറത്തു പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പ്രത്യേകിച്ച് ഈ ക്രിസ്മസ് ടൈം ആണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കുറേ ലൈറ്റിങ്സ് ഒക്കെ ഇങ്ങനെ കളർഫുൾ ലൈറ്റൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തോട്ടോ, നടന്നു പോകാൻ ദൂരമേ ഉള്ളൂ. അവിടെ പഴന്തോട്ടം ഫെസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഫെസ്റ്റ് വന്നിരിക്കുന്നതാണ്. ഞാൻ കഴിഞ്ഞ ക്രിസ്മസിന് ഇട്ടിട്ടുണ്ടായിരുന്നു നക്ഷത്ര തടാകമൊക്കെ. അന്ന് ഇത്രയും വലിയ രീതിയിലൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് ഭയങ്കര സൂപ്പർബായിട്ടുള്ള റൈഡൊക്കെ കുറേ റൈഡൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഞങ്ങളുടെ മെയിൻ ലക്ഷ്യം ചെന്ന് കഴിഞ്ഞാൽ ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളുടെ കോളിഫ്ലവർ ബജി കഴിക്കാനാട്ടോ. അപ്പോൾ ആദ്യം ഞങ്ങളുടെ മെയിൻ എയിം അതിലേക്കായിരുന്നു. അതൊക്കെ ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെ നക്ഷത്ര തടാകത്തിൽ ചുറ്റും ഇങ്ങനെ നടന്നു. നല്ല ലൈറ്റിങ്സ് ഒക്കെ ആട്ടോ. നോക്ക് എന്തോരം നക്ഷത്രമാണ് നോക്കുക. നമ്മളുടെ ഈ തൂക്കിട്ടിരിക്കുന്ന നക്ഷത്രം മൊത്തം നമുക്ക് ആ വെള്ളത്തിൽ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു റിഫ്ലക്ഷനും എല്ലാം കൂടി നല്ല ഭംഗിയാട്ടോ. പിന്നെ ഞങ്ങളവിടെ കുറച്ച് നേരം ഇങ്ങനെ ഓപ്പൺ ജിമ്മൊക്കെ ഉണ്ടായിരുന്നു, അതിലൊക്കെ കളിച്ചു. പിന്നെ അവിടെ കുറേ കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ അതേ ഡാൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. മുന്നേക്ക് ഈ ക്ഷമ കണ്ടുപിടിച്ച അവനായതുകൊണ്ട് തന്നെ അവിടെ നിൽക്കാൻ സമ്മതിച്ചില്ല കേട്ടോ. പോവാമെന്നും പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും പിന്നെ ഞങ്ങളിതേ ഇത് നമ്മുടെ പാനിപ്പൂരി കഴിച്ചു കേട്ടോ. അപ്പോൾ ബേൽപൂരിയാണ് ഞാൻ പറഞ്ഞത്. കാര്യം ഞാൻ പണ്ട് സ്കൂളിൽ കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഇത് ഒരുപാട് കഴിച്ചിട്ടുണ്ട്. ആ ഒരു ഓർമ്മ പുതുക്കാൻ പറ്റി. ആ ഒരു ഇതിൽ ഞാൻ ഓർഡർ ചെയ്തതാണെങ്കിലും എനിക്കൊരു ഇത്തിരി പോലും തരാതെ രണ്ടെണ്ണവും കൂടി മത്സരിച്ച് കഴിക്കുന്നതായിട്ടേക്കാണ്. ഞാൻ ഇച്ചിരി എനിക്ക് താടാന്ന് പറഞ്ഞപ്പോൾ എനിക്കിച്ചിരി തന്നു കേട്ടോ. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ ബേൽപൂരിയാണോ പാനിപ്പൂരിയാണോ നിങ്ങൾക്ക് ഇഷ്ടം എന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. അതിനുശേഷം ഞങ്ങൾ കുറച്ച് ഫോട്ടോ സെക്ഷനൊക്കെ എടുത്തതിന് ശേഷം മുന്നേടെ ഒരു ആഗ്രഹം തീർത്തു കേട്ടോ. അവനത് എറിഞ്ഞിടണം എന്ന് പറഞ്ഞിട്ട് ഒന്നും കിട്ടിയില്ല. 3 റിങ് വെറുതെ പോയിന്നുള്ളൂ. പിന്നെ ടോയ്സിലേക്കായിരുന്നു നോട്ടം. നമുക്ക് പിന്നെ നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കപ്പലിൻ്റെയൊക്കെ കുറിച്ച് ഞങ്ങളിങ്ങനെ അതിലേക്കൂടെ നടന്നു കേട്ടോ. ഇതൊരു താറാവിൻ്റെ ഇതാട്ടോ. അതിനകത്തേക്ക് നമ്മൾ താറാവിന് റിങ് ഇട്ട് വീഴ്ത്തുകയാണെങ്കിൽ നമുക്ക് ആ താറാവിനെ കിട്ടും. പക്ഷെ അത് കിട്ടില്ല എന്ന് ഉറപ്പുള്ളത് കാരണം ഞങ്ങൾ അവിടെ നിന്ന് വിട്ടു പോകുന്നു കേട്ടോ. പിന്നെ നന്നുവിനും ഒരാഗ്രഹം ഇതുപോലെ റിങ് ഇടണം എന്ന് പറഞ്ഞിട്ട് അതും അവൻ്റെയും ആഗ്രഹം കൂട്ടത്തിൽ മുന്നേയും കൂടി ഇട്ടു കേട്ടോ. അതും തീർത്തു കേട്ടോ. എന്നിട്ട് ഞങ്ങൾ വീണ്ടും ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ കുറേ റൈഡൊക്കെ ഉണ്ട്. ഞാനും കൂടി കയറിയിരുന്നെങ്കിൽ നന്നു കയറിയനെ. മുന്നേക്ക് പേടിയാട്ടോ. പക്ഷെ എനിക്കെന്തോ ഒരു മൂടുണ്ടായില്ല റൈഡിലൊന്നും കയറാനായിട്ട് കേട്ടോ. അപ്പോൾ അത് കാരണം അവന്മാരും കയറിയില്ല. പിന്നെ ഞങ്ങൾ ഐസ്ക്രീം കഴിച്ചു കേട്ടോ. 4 പേരും ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സൊക്കെ എടുത്ത് ഐസ്ക്രീമൊക്കെ കഴിച്ചു. അതിനുശേഷം കോട്ടൺ ക്യാൻഡി അത്ര ഹെൽത്തി അല്ല, എന്നാലും അവന്മാർക്ക് വേണമെന്ന് പറഞ്ഞപ്പോഴേക്കും വല്ലപ്പോഴുമൊക്കെ അല്ലേ, അതും ഞങ്ങൾ മേടിച്ചു. പിന്നെ അവരുടെ ടോയ്സിൻ്റെ സെക്ഷനിലേക്ക് പോയി. അപ്പം ഞാൻ കുറച്ച് നമുക്ക് എവിടെ ചെന്നാലും കിച്ചണിലേക്കുള്ള സാധനങ്ങൾ നമ്മൾ ആദ്യം നോക്കുക. ഞാൻ മൊറമൊക്കെ മേടിച്ചു. പിന്നെ അവന്മാരെന്താ മേടിച്ചതെന്ന് മനസ്സിലായവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം. ഇത് എന്തിനാണെന്ന് ഒരു പിടുത്തം എനിക്ക് കിട്ടിയിട്ടില്ല കേട്ടോ.